നമസ്കാരം. ഒരാഴ്ചയോളം വിമാനയാത്രക്കാരെ വലച്ച ഇൻഡിഗോ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇന്നു മുതൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്നാണ് ഇൻഡിഗോ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 15ഓടെ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് കമ്പനിയുടെ അവകാശവാദമുണ്ട്. അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. വിശദീകരണം നൽകാൻ ഇൻഡിഗോയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകിയിരിക്കുന്ന സമയം 24 മണിക്കൂർ കൂടി നീട്ടിയിരിക്കുകയാണ്. ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബസ്, സിഇഒ ഹെൻറി പോർക്യൂസ് എന്നിവർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം സർവീസുകൾ താറുമാറായ സംഭവത്തിൽ പൈലറ്റുമാരുടെ തുറന്ന കത്ത് ഇൻഡിഗോ സിഇഒയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റിനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൊടുങ്കാര്യസ്ഥതയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പിന്നിലെന്ന് കത്തിൽ പറയുകയാണ്. കൂടുതൽ സമയം ജോലി ചെയ്യാൻ പൈലറ്റുമാർ ഉൾപ്പെടെ നിർബന്ധിതരാകുന്നതായും കൂടുതൽ ജീവനക്കാരെ നിയമിക്കാതെ കമ്പനി ലാഭം മാത്രമാണ് നോക്കുന്നതെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളായി കമ്പനിയുടെ രീതികളിൽ നിന്നുണ്ടായ പ്രതിസന്ധിയാണ് എല്ലാത്തിനും കാരണം. കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചാൽ ചെലവ് കൂടുമെന്ന് പറഞ്ഞാണ് ഇൻഡിഗോ മാനേജ്മെന്റ് ഇതിന് തയ്യാറാകാത്തത്. കത്തിൽ സിഇഒ ഉൾപ്പെടെ മുതിർന്ന 8 ഉദ്യോഗസ്ഥരുടെ പേരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിമാന സർവീസുകളിൽ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സർക്കാർ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. പൈലറ്റുമാർക്കും ക്യാബിൻ ക്രൂവിനും ആവശ്യത്തിന് വിശ്രമം ഉൾപ്പെടെയുള്ളതാണ് പുതിയ തൊഴിൽ ചട്ടം. ഇത് പാലിക്കാതെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇൻഡിഗോ നടത്തിയ നീക്കമാണ് രാജ്യത്തെ വ്യോമയാന രംഗത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇൻഡിഗോയുടെ മാതൃ കമ്പനിയായ ഇന്ത്യ ഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന്റെ ഓഹരി വിലയിൽ ഇന്ന് രാവിലെ കടുത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത്. 5% രാവിലെ തന്നെ ഇടിവുണ്ടായി. രാജ്യത്തെ പ്രധാന വ്യോമയാന കമ്പനികളിലൊന്നായ ഇൻഡിഗോ സെപ്റ്റംബർ പാദത്തിൽ 2614 കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. മുൻവർഷം സമാന പാദത്തിലെ നഷ്ടം 989 കോടി രൂപയായിരുന്നു. അവിടെ നിന്നാണ് ഇത്രയധികം നഷ്ടം വർദ്ധിച്ചത്. രാജ്യത്ത് വ്യോമയാന മേഖലയിലെ നഷ്ടം ഈ സാമ്പത്തിക വർഷം 10,000 കോടി രൂപയാകുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ നിലവിൽ യാത്ര മുടങ്ങിയ യാത്രക്കാർക്ക് ഇൻഡിഗോ എയർ ലൈസൻസ് വിമാനം ഇതുവരെ റീഫണ്ടായി നൽകിയത് 610 കോടി രൂപയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 8 മണിക്ക് മുമ്പായി യാത്രക്കാർക്ക് റീഫണ്ട് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. ഡിസംബർ 15 വരെ റദ്ദാക്കുന്ന എല്ലാ സർവീസുകൾക്കും മുഴുവൻ റീഫണ്ട് നൽകുമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. സർവീസുകൾ സാധാരണ നിലയിലാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും സഹകരിക്കണമെന്നും ഇൻഡിഗോ അഭ്യർത്ഥിച്ചു. വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ 3000 ബാഗേജുകൾ യാത്രക്കാരുടെ വിലാസങ്ങളിൽ കമ്പനി എത്തിച്ചിട്ടുണ്ട്. 48 മണിക്കൂർ സമയമാണ് ബാഗേജുകൾ എത്തിക്കാൻ കേന്ദ്രം അനുവദിച്ചത്. റീഫണ്ട് നടപടികളും ബാഗേജ് തിരികെ നൽകാനുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനായി 24 മണിക്കൂറും ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമയി TV.